தண்ணி தண்ணி கொடுத்தா നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ലോക്സഭയിൽ ചരിത്രപരമായ തിരിച്ചടി. വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടു. വാൽപ്പാറയിൽ വാഹനാപകടം, 10 മരണം, മരിച്ചത് മലയാളികൾ. തമിഴ്നാട് സർക്കാരുമായി ഏകോപിപ്പിച്ചു സഹായങ്ങൾ ഉറപ്പാക്കിയെന്ന് വി ശിവൻകുട്ടി. കൊടുംചൂട്, പാലക്കാട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിച്ചിതറി. കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി, നിജീഷ് അരവിന്ദ് രാജിവെച്ചു. തൊഴിലാളി പ്രക്ഷോഭം, നോയിഡയിൽ എത്തിയ MA ബേബിയെ പോലീസ് തടഞ്ഞു. മുഖ്യമന്ത്രി പോരിനിടയിൽ കൂടുതൽ മന്ത്രിസ്ഥാനത്തിനായി ലീഗും രംഗത്ത്. തമിഴ്നാട് വാൽപ്പാറയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ 10 പേർ മരിച്ചു. മലപ്പുറം കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 13 പേരാണ് ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. അപകടത്തിൽപ്പെട്ട ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള 13ാം ഹെയർപിൻ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. വൈകുന്നേരം 5:30ഓടെയാണ് സംഘം അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം പാങ്പാറമ്മൽ സ്കൂളിലെ അധ്യാപകരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അധ്യാപകരും അവരുടെ കുടുംബങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. കേരളത്തിൽ നിന്നും പോയ മിനി വാൻ ആണ് അപകടത്തിൽപ്പെട്ടത്. ഹെയർപിൻ വളവിൽ നിന്ന് വാൻ മറിഞ്ഞ് താഴ്ചയിലേക്കാണ് പതിക്കുകയായിരുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 8ലധികം പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ അപകട സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ മരണപ്പെട്ടത്. പരിക്കേറ്റവരെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിച്ചു. 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. 2 പേർ പിന്നീട് മരിച്ചു. മരിച്ചവരിൽ 7 സ്ത്രീകളാണ്. സംഘത്തിൽ 3 കുട്ടികളുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഹെയർപിൻ കയറുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വാൻ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 800 അടി താഴ്ചയിലേക്ക് ആണ് വാഹനം മറിഞ്ഞത്. വിനോദസഞ്ചാരികളുമായി എത്തിയ വാൻ 13ാം ഹെയർപിന്നിന്റെ കൈവരിയിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 40-ലധികം ഹെയർപിന്നുകളാണ് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലുള്ളത്. വളവും തിരിവും ഉള്ള സ്ഥലമായതിനാൽ വാഹനത്തിന് നിയന്ത്രണം വിട്ട് കൈവരിയിൽ ഇടിച്ച് തെന്നി മറിയുകയായിരുന്നു. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. ഉല്ലാസയാത്രയുടെ വഴിയിൽ കാത്തിരുന്നത് മരണം. വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത് മലപ്പുറത്തു നിന്നുള്ള അധ്യാപകരുടെ സംഘം. വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ മരിച്ചത് 10 പേർ. നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് വാൻ 800ഓളം അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു കുട്ടിയും 7 സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടെയുള്ളതാണ് മരണപ്പെട്ടത്. മലപ്പുറം പെരിന്തൽമണ്ണ വാങ്പാറമ്മൽ GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ടൂറിസ്റ്റ് വാൻ പൂർണ്ണമായും തകർന്നു. വാൽപ്പാറയ്ക്കും പൊള്ളാച്ചിക്കും ഇടയിൽ ആണ് അപകടം. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. വൈകിട്ട് 5:15 അപകടം. അവധിക്കാലമായതിനാൽ ഉല്ലാസയാത്രയ്ക്ക് പോയ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പെരിന്തൽമണ്ണയിൽ നിന്നും വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് യാത്ര പോയത്. ചാലക്കുടി എത്തിയ ശേഷം അതിരപ്പള്ളി വഴി മലക്കപ്പാറയിലൂടെ വാൽപ്പാറയിലേക്ക് പോവുകയായിരുന്നു. വാൽപ്പാറയിലെത്തിയ ശേഷം പൊള്ളാച്ചി വഴി കേരളത്തിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. 40 ഹെയർപിൻ വളവുകളുള്ള വഴിയിലൂടെ മടങ്ങുമ്പോൾ 13ാം വളവിൽ വെച്ച് വാൻ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് 9ാം ഹെയർപിൻ വളവിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ വാൽപ്പാറയിൽ നിന്നും വാളയാറിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സ് അംഗങ്ങളും മറ്റു വാഹനങ്ങളിൽ പോയ യാത്രക്കാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ആംബുലൻസുകളാണ് പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിച്ചത്. മരിച്ചവർ അജിത 54, റംല 52, സൊഹറ 43, ആശ 41, മജീദ് 43, സജിത 45, ഷക്കീല 37, റുക്കിയ 39, ഹിഷാം 12, മുഹമ്മദ് ഫാസിദ് 21 ഡ്രൈവർ. പരിക്കേറ്റവർ നൌഷാദ് 39 കോയമ്പത്തൂർ ആശുപത്രി, ഷഹാദിൻ 11 കോയമ്പത്തൂർ ആശുപത്രി, മസ്നീന 11 പെൺകുട്ടി പൊള്ളാച്ചി ആശുപത്രി. ലോക്സഭയിൽ ചരിത്രപരമായ തിരിച്ചടി. വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടു. വനിതാ സംവരണ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ തുടർന്നാണ് ബിൽ തള്ളപ്പെട്ടത്. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ മണ്ഡലം പുനർനിർണയക്കാനുള്ള BJPയുടെ ഗൂഢനീക്കം ഇതോടെ പൊളിഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബിൽ ലോക്സഭയിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമാണ്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത അംഗങ്ങളിൽ 278 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 211 പേർ എതിർത്തു. ബിൽ പാസാക്കാൻ ആവശ്യമായ 326 വോട്ടുകൾ 3/2 ഭൂരിപക്ഷം നേടാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ല. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ നടന്ന വോട്ടെടുപ്പിലേറ്റ ഈ പ്രഹരം കേന്ദ്ര സർക്കാരിന് വലിയ രാഷ്ട്രീയ ആഘാതമായി. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്തെത്തിയതോടെ ബിൽ പരാജയപ്പെടുമെന്ന സൂചന നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ ബിൽ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ല. വോട്ടിനിട്ട് പരാജയപ്പെട്ടാൽ അത് പ്രതിപക്ഷത്തിന് എതിരെയുള്ള രാഷ്ട്രീയ പ്രചാരണമാക്കാമെന്ന BJP ക്യാമ്പിന്റെ ആലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. അതേസമയം തങ്ങൾ വനിതാ സംവരണത്തെയല്ല
മറിച്ച് മണ്ഡല പുനർനിർണയത്തെയാണ് എതിർക്കുന്നതെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. നിലവിലുള്ള 543 സീറ്റുകൾ എന്തുകൊണ്ട് ഉടൻ സംവരണം നടപ്പാക്കിക്കൂടാ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത്. മണ്ഡല പുനർനിർണയത്തിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയ്ക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കൊടും ചൂട്, പാലക്കാട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിച്ചിതറി. കൊടും ചൂട് തുടരുന്ന പാലക്കാട് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിച്ചിതറി. മണ്ണാർക്കാട് കോടതിപ്പടി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന സുൽത്താൻ എന്ന ഓട്ടോറിക്ഷയുടെ ഗ്ലാസ്സാണ് തകർന്നത്. ഡ്രൈവർ ജംഷീർ വാഹനത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഗ്ലാസ് താഴെ വീണ് ജംഷീറിന്റെ കാലിന് നിസ്സാര പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് മറ്റ് വിള്ളലുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ജംഷീർ പറഞ്ഞു. ടെസ്റ്റ് കഴിഞ്ഞ് ഓട്ടോ ഇറക്കിയതേയുള്ളൂ. ചൂട് തന്നെയാകാം കാരണമെന്നും ജംഷീർ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നതിനിടെയാണ് സംഭവം. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ്, കോട്ടയം 38 ഡിഗ്രി സെൽഷ്യസും, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണിത്. തൊഴിലാളി പ്രക്ഷോഭം. നോയിഡയിലെത്തിയ MA ബേബിയെ പോലീസ് തടഞ്ഞു. തൊഴിലാളി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട ഉത്തർപ്രദേശിലെ നോയിഡയിൽ തൊഴിലാളികളെ സന്ദർശിക്കാനെത്തിയ CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള സംഘത്തെ പോലീസ് തടഞ്ഞു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംഘം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതോടെ പോലീസ് സന്ദർശിക്കാൻ അനുമതി നൽകുകയായിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അമ്രാറാം, R അരുൺകുമാർ, A റഹീം, V ശിവദാസൻ എന്നിവർ MA ബേബിക്കൊപ്പം ഉണ്ടായിരുന്നു. സംഘത്തെ പോലീസ് ഗൗതം ബുദ്ധ് നഗറിലെ ക്യാമ്പിലെത്തിച്ചു. അതിർത്തിയിലെ പ്രതിഷേധത്തിനൊടുവിൽ നോയിഡയിലേക്ക് കടത്തിവിട്ട സംഘത്തെ ജില്ലാ കളക്ടറെ കാണുന്നതിനായി പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അമ്രാം, R അരുൺകുമാർ, A റഹീം, V ശിവദാസൻ എന്നിവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. തൊഴിലാളി സമരത്തെ തുടർന്ന് അറസ്റ്റിലായവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാനും സ്ഥലത്തെ ജില്ലാ കളക്ടറുമായി വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുമാണ് സംഘം റോഡിനടിയിലെത്തിയത്. സമരം ചെയ്ത CIT നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കിലാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികൾ സമരം ചെയ്തത്. ഉത്തർപ്രദേശ് സർക്കാർ കണക്കുകൾ പ്രകാരം മാത്രം നോയിഡയിൽ 82 ഫാക്ടറികളിലെ തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത്. തമിഴ്നാട് സർക്കാരുമായി ഏകോപിപ്പിച്ചു സഹായങ്ങൾ ഉറപ്പാക്കിയെന്ന് V ശിവൻകുട്ടി. വാൽപ്പാറയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ മന്ത്രി V ശിവൻകുട്ടി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മലപ്പുറം പാങ്പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിലവിൽ 10 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നിലവിൽ കോയമ്പത്തൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ ഏകോപിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കും തുടർ നടപടികൾക്കുമായി സംസ്ഥാന സർക്കാർ സജീവമായി രംഗത്തുണ്ട്. സർക്കാരിനെ പ്രതികരിച്ച് പാലക്കാട് ADM സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ മലപ്പുറത്തെത്തിക്കും. അപകടത്തിൽ പരിക്കേറ്റ് വിദഗ്ധ ചികിത്സയിൽ ആവശ്യമുള്ളവരെ ഉടൻ തന്നെ കോഴിക്കോട്ടേക്കോ തിരുവനന്തപുരത്തേക്കോ മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 5:30 നടന്ന വാഹനാപകടത്തിൽ 7 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ ഉള്ളവരാണ് മരണപ്പെട്ടത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്കുള്ള 13 ഹെയർപിൻ വളവിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലപ്പുറം പാങ്പാറമ്മൽ സ്കൂളിലെ അധ്യാപകനാണ് മരിച്ചത്. അപകടത്തിൽ വാഹനം പൂർണ്ണമായി തകർന്നു. മന്ത്രി V ശിവൻകുട്ടി ഇന്ന് തന്നെ കോയമ്പത്തൂരിലേക്ക് തിരിച്ചു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞുവെച്ചു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞുവെച്ചു. പരീക്ഷ രജിസ്ട്രേഷൻ സമയത്ത് വിഷയത്തിന്റെ കോഡ് രേഖപ്പെടുത്തിയതിൽ സ്കൂളിൽ വന്ന പിഴവിനെ തുടർന്നാണ് ഫലം തടഞ്ഞുവെക്കുന്നത്.
വിദ്യാലയത്തിൽ സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാം ഭാഷാ വിഷയമായി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലമാണ് തടഞ്ഞുവെച്ചത്. ഒരു വർഷം മുമ്പ് 10ാം ക്ലാസ് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വിഷയത്തിന്റെ കോഡ് സ്കൂൾ അധികൃതർ മാറി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ ജനുവരിയിലാണ്. തുടർന്ന് CBSE അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും പിഴവ് തിരുത്താൻ അനുമതി നൽകിയില്ല. സ്കൂൾ അധികൃതർ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. സ്കൂളിനെതിരെ വേണമെങ്കിൽ CBSEക്ക് നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് ഹാൾ ടിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. എന്നാൽ പരീക്ഷാഫലം തടഞ്ഞുവെക്കുകയായിരുന്നു. ഇതോടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ, +2 പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ആശങ്കയിലായി. സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് വിഷയത്തിന്റെ കോഡ് 122 ആയിരുന്നത് കഴിഞ്ഞ വർഷം 119 മാറിയത് ശ്രദ്ധയിൽപ്പെട്ടതാണ് പിഴവിന് കാരണമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് 3500 രൂപ വീതം പിഴയും ഒടുക്കിയിരുന്നു. പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് CBSEയുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. സ്കൂൾ അധികൃതർക്കും CBSEക്കുമുണ്ടായ അനാസ്ഥയ്ക്ക് വിദ്യാർത്ഥികളെ ബലിയേടാക്കരുതെന്നും പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. ഗോവയിൽ ബീച്ച് റിസോർട്ടിൽ വീണ്ടും തീപിടുത്തം, 6 കുടിലുകൾ കത്തിനശിച്ചു. വടക്കൻ ഗോവയിലെ ആശ്വം ബീച്ചിലെ റിസോർട്ടിൽ 6 കോട്ടേജുകൾ കത്തിനശിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 8:45ഓടെയായിരുന്നു അപകടമുണ്ടായത്. കുടിലുകൾ പൂർണ്ണമായും കത്തിനശിച്ചെങ്കിലും ആളപായമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ആശ്വം ബീച്ച് സമീപമുള്ള അജോബ ക്ഷേത്രത്തിനടുത്തുള്ള റിസോർട്ടിലാണ് അപകടമുണ്ടായത്. അകത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവായി. റിസോർട്ടിന്റെ ജനറേറ്റർ മുറിയിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. അത് പിന്നീട് കോട്ടേജുകളിലേക്ക് പടർന്നു. കോട്ടേജുകൾക്ക് ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അനുമതികൾ ഉണ്ടായിരുന്നില്ല എന്ന് പരാതി ഉയരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഗോവയിലെ ആർപ്പോ ഗ്രാമത്തിലുള്ള ഒരു നൈറ്റ് ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർ കൊല്ലപ്പെട്ടിരുന്നു. ടൂറിസ്റ്റ് സംസ്ഥാനമായ ഗോവയിൽ സർക്കാരിന്റെ സുരക്ഷാ നടപടിക്രമങ്ങളെ കുറിച്ച് ഇത് ആശങ്കയുയർത്തി. ഉത്തരമലബാറിൽ ആദ്യമായി EST ചികിത്സ വിജയകരമായി നടത്തി കിംസ് ശ്രീചന്ദ്. ഉത്തരമലബാറിൽ ആദ്യമായി അത്യാധുനിക EST ചികിത്സ വിജയകരമായി നടത്തി കിംസ് ശ്രീചന്ദ് ആശുപത്രി ശ്രദ്ധേയ നേട്ടം കൈവരിച്ചു. ശസ്ത്രക്രിയ കൂടാതെ വൻകുടലിലെ വലിയ പോളിപ്പുകൾ നീക്കം ചെയ്താണ് ഈ ചികിത്സ നടത്തിയത്. 68 വയസ്സുള്ള വയോധികയ്ക്ക് വൻകുടലിൽ 3 പോളിപ്പുകൾ കണ്ടെത്തിയിരുന്നു. അതിലൊന്ന് 4.5 സെന്റിമീറ്റർ വലിപ്പവും മറ്റൊന്നിന് 3 സെന്റിമീറ്റർ വലിപ്പവും മൂന്നാമത്തതിന് 2 സെന്റിമീറ്റർ വലിപ്പമായിരുന്നു. പരിശോധനകളിൽ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടില്ലെന്ന് കണ്ടെത്തി. ബയോപ്സിയിൽ അപകട സാധ്യതയുള്ള വളർച്ചയാണെന്ന് സ്ഥിരീകരിച്ചു. സാധാരണ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ നടത്തി വൻകുടലിലെ ഭാഗം നീക്കം ചെയ്യേണ്ടി വരും. എന്നാൽ EST ചികിത്സയിലൂടെ ശസ്ത്രക്രിയയില്ലാതെ തന്നെ പോളിപ്പുകൾ മുഴുവനായും നീക്കം ചെയ്യാൻ സാധിച്ചു. ഇതിലൂടെ ശരീരഭാഗങ്ങൾ സംരക്ഷിക്കാനും വേദന കുറയ്ക്കാനും ആശുപത്രിവാസം കുറയ്ക്കാനും വേഗത്തിൽ സുഖം പ്രാപിക്കാനും സാധിക്കും. ജനറൽ അനസ്തേഷ്യയിൽ നടത്തിയ ചികിത്സയിൽ വലിയ പോളിപ്പുകൾ EST മാർഗം നീക്കം ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം രോഗി സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ആശുപത്രിയിലെ ഗാസ്ട്രോ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ജിജോ വർഗീസ്, ഡോക്ടർ സായിദ്, ഡോക്ടർ ഗൗരവ്, ഡോക്ടർ സമേഷ് പത്മൻ, ഡോക്ടർ ജെയ്സൺ തോമസ് എന്നിവർ ചേർന്നാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. അനസ്തേഷ്യ വിഭാഗത്തിൽ ഡോക്ടർ അശ്വൻ നേതൃത്വം നൽകി. ടെക്നിക്കൽ ടീമിൽ പ്രിയങ്ക, നിഷാദ്, രാഫ്ന, അഫ്സിൻ എന്നിവർ സഹകരിച്ചു. കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി, നിജേഷ് അരവിന്ദ് രാജിവെച്ചു. കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി, കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് കൈമാറിയെന്ന് നിജേഷ് അരവിന്ദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിജേഷ് അരവിന്ദ് രാജിക്കത്ത് കൈമാറിയത്. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് എലത്തൂർ മണ്ഡലത്തിലേക്ക് നിജേഷ് അരവിന്ദിന്റെ പരിഗണിച്ചിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ പാർട്ടി ഒഴിവാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും നിജേഷ് അരവിന്ദിന് യാതൊരു ചുമതലയും പാർട്ടി നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്നായിരുന്നു നിജേഷ് അരവിന്ദിന്റെ രാജി. നേരത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സമയത്തിന് നിജേഷ് അരവിന്ദ് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു. 1000 തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടാലും സീറ്റിനും പദവിക്കും വേണ്ടി മരണം വരെ ഒരാളുടെയും പെട്ടി പിടിക്കില്ലെന്നും ഇന്നലത്തേക്കാൾ സജീവമായി ഇവിടെ തന്നെ കാണുമെന്നായിരുന്നു അന്ന്
നിജേഷ് അരവിന്ദ് പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ ഉത്തരം കിട്ടിയെന്നും വ്യക്തിപരമായി അതിലും വലിയ തിരിച്ചറിവുകൾ ഉണ്ടായെന്നും നിജേഷ് അരവിന്ദ് ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി പോരിനിടയിൽ കൂടുതൽ മന്ത്രിസ്ഥാനത്തിനായി ലീഗ് രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ മുഖ്യമന്ത്രി പദവിക്കായി കോൺഗ്രസ് നേതാക്കൾ അവകാശവാദങ്ങൾ നടത്തുന്നതിന് പിന്നാലെ കൂടുതൽ മന്ത്രി സ്ഥാനത്തിനായി മുസ്ലിം ലീഗും രംഗത്ത്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PA സലാം പറഞ്ഞു. ഒന്നും ചോദിച്ചു വാങ്ങില്ല. ഒരുമിച്ചുള്ള ചർച്ചകളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം, ഭൂരിപക്ഷം കിട്ടണം. അതിനു മുമ്പ് ചർച്ച പുറത്തുവിടുന്നത് ഉചിത നടപടിയല്ല. പൊരിവെയിലത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരെ നിരാശരാക്കുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളെ മുഖ്യമന്ത്രിയാക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. കേരളത്തിൽ മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലീഗ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായത്തിനൊപ്പം നിൽക്കുമെന്നും സലാം വാർത്താലേഖകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. നിതിൻ രാജിന്റെ മരണം, ലോൺ ആപ്പിനെതിരെയും പോലീസ് കേസ്, അന്വേഷണം ഊർജിതം. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഓൺലൈൻ ഇൻസ്റ്റന്റ് ലോൺ ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നിതിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് FIR പറയുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണി സന്ദേശങ്ങളാണ് നേരത്തെ ആരോപണമുയർന്നിരുന്നത്. നിതിൻ കോളേജ് അധ്യാപിക ലോൺ ആപ്പ് അധികൃതർ ഭീഷണി സന്ദേശം അയച്ചതായും സൂചനയുണ്ട്. എന്നാൽ കേവലം ലോൺ ആപ്പ് ഭീഷണി മൂലം നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് കുടുംബം വ്യക്തമാക്കിയതിനെ തുടർന്നാണ് അന്വേഷണം കോളേജ് അധികൃതരിലേക്കും പ്രതിയായ ഡോക്ടർ റാമിലേക്കും നീണ്ടത്. റഫറൻസ് നമ്പറായി അധ്യാപികയുടെ നമ്പർ നൽകിയതാകാം ഭീഷണിക്ക് കാരണമെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുടുംബത്തെ അറിയിക്കുമെന്നുമായിരുന്നു നിതിന്റെ സഹോദരി ഭർത്താവ് അശോകൻ പറഞ്ഞു. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ നിലപാടുകളിൽ കുടുംബം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നിതിൻ രാജിന്റെ മരണം ലോൺ ആപ്പ് ഭീഷണിയിൽ മാത്രം ഒതുക്കി അന്വേഷിക്കരുതെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രത്യേക നിർദ്ദേശം നൽകി. വശങ്ങളും പരിശോധിക്കണം. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ആധികാരികത ഉറപ്പുവരുത്തുമെന്നും DGP ഉത്തരവിട്ടു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.